ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾ മുമ്പ് പരിചയപ്പെടുന്നത് ഡിജി ലോക്കറിൻ്റെ ഒരു അടിപൊളി അപ്ഡേഷനെ കുറിച്ചാണ്. അതായത് ഇപ്പോൾ എല്ലാ രേഖകളും ഡിജി ലോക്കറിൽ സേവ് ചെയ്യണമെന്നാണ് നമ്മൾ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. ഡിജി ലോക്കറിൻ്റെ ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഡിജി ലോക്കറിൻ്റെ ആപ്പ് വഴി നമുക്ക് കാണിച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ പോലീസുകാർക്കോ അല്ലെ ബാക്കിയുള്ള ഉദ്യോഗസ്ഥർക്ക്. അപ്പം എങ്ങനെ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് ഡിജി ലോക്കറിലേക്ക് ആഡ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പം മറക്കാതെ ഈ വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പം ഞാൻ ഓൾറെഡി തന്നെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഓൾറെഡി തന്നെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി തന്നെ അവിടെ നിന്ന് കയറി ഡൗൺലോഡ് ചെയ്യാവുന്നതായിരിക്കും. അപ്പം ഓൾറെഡി തന്നെ രജിസ്റ്ററൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആധാർ വെരിഫിക്കേഷനും കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പം എങ്ങനെ ഇത് ആധാറുമായിട്ട് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്കിത് വെരിഫൈ അല്ലെങ്കിൽ ലോഗിൻ ചെയ്യാമെന്നുള്ള അതിൻ്റെ തൊട്ട് മുമ്പുള്ള വീഡിയോ നിങ്ങൾക്ക് കയറി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പം ഈ വീഡിയോ കാണുന്നവർ ആദ്യം പ്രീവിയസ് വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. എക്സ്പ്ലോർ മോർ കൊടുക്കുക. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യാം. ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓൾ സ്റ്റേറ്റിൻ്റെ കിട്ടും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എന്ത് ചെയ്യും, നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ സെക്ഷൻ, എൻ്റെ ഒരു പേര് ആധാറിൽ അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത് ആണെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി തന്നെ നിങ്ങളുടെ ഫോണിനകത്ത് ഓൾറെഡി തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അതിൻ്റെ എൻ്റെ നമ്പർ നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ എഴുതി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ എഴുതി കൊടുക്കുക. അതിന് ശേഷം എന്നാ ചെയ്യുന്നത് വെച്ചാൽ ഗെറ്റ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ അത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഓൾറെഡി തന്നെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതായത് മൈ ഇഷ്യൂഡ് ഡോക്യുമെൻറ്റ്സ് എന്നൊരു ഓപ്ഷൻ സാർ. അപ്പം ഡ്രൈവിംഗ് ലൈസൻസ് ഇവിടെ ഫെച്ചിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ആധാർ കാർഡ് ഓൾറെഡി തന്നെ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ പാൻ കാർഡും ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഓൾറെഡി തന്നെ ഫെച്ചിങ് മാറിയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഒന്ന് അതുമ്പോൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഓൾറെഡി തന്നെ നമ്മുടെ ഒരു ഡീറ്റെയിൽ എല്ലാം കാണിച്ച് ഇവിടെ തന്നിട്ട് വെരിഫൈഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ സിമ്പിളാണ്, വല്ല ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. ആർക്ക് വേണമെങ്കിലും ഈ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ഡിജി ലോക്കറിലേക്ക് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങളുടെ മെയിനായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം ഡിജി ലോക്കറുമായിട്ട് കണക്ട് ചെയ്യുക. അപ്പം നമുക്ക് ഈ പറയുന്ന ഫിസിക്കലായിട്ടുള്ള കാർഡ്സ് നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ ഇതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലുള്ള ടിപ്സിന് വേണ്ടി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. കാരണം ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കാനാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് സജസ്റ്റ് ചെയ്യുക. കാരണം അവരിങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അവരോട് പറയുക, ഇങ്ങനെയൊന്ന് ഈ വീഡിയോ കാണിച്ചു കൊടുക്കുക, ഡിജി ലോക്കറിലേക്ക് ആഡ് ഓൺ ചെയ്യാൻ വേണ്ടി. അപ്പം ഓക്കെ, അപ്പം അടുത്ത വീഡിയോ കൂടെ കാണുന്നതും വരെ